ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാമി ധ്യാൻ ജാഗറിൻ്റെ നമസ്കാരം. ഇവിടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ വിഷയം വ്യക്തിത്വ വികസനത്തിലെ കൃഷ്ണനും കർമ്മയോഗവും ഇതാണ് ഇന്നത്തെ വിഷയം. കൃഷ്ണനും കർമ്മയോഗവും. നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ സാധാരണ മനുഷ്യരോട് ചോദിച്ചാൽ എന്തു പറയും? യേശുവിനോട്, ബുദ്ധനോട്, കൃഷ്ണനോടോ ചോദിക്കണം. കാരണം അവർക്കാണ് ജീവിതത്തെ ആഴത്തിൽ അറിയാവുന്നവർ. ബുദ്ധനോട് ചോദിച്ചു, എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ, നമ്മൾ തന്നിരിക്കുന്ന അവസരത്തിൻ്റെ ഉദ്ദേശ്യം? ബുദ്ധൻ പറഞ്ഞു, അറിയണം, നിങ്ങൾ സ്വയം അറിയണം. യേശുദേവൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ലോകത്തുള്ള സർവ്വതും നേടാനാവും എന്ന് കരുതുക. ലോകം മുഴുവൻ പിടിച്ചടക്കി അതിർത്തിയാകാം, എല്ലാ സമ്പത്തും വസ്തുക്കളും നിങ്ങളുടെ സ്വന്തമാകാം. പക്ഷേ നിങ്ങൾ സ്വയം സ്വന്തമായില്ലെങ്കിൽ ഈ സ്വന്തമാക്കിയതൊക്കെ വ്യർത്ഥമാണ്. യേശു പറയുന്നുണ്ട്. എന്താണ് സ്വയം സ്വന്തമാക്കൽ? വ്യക്തിത്വ വികസനം ബന്ധപ്പെട്ട ക്ലാസ്സിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന് അയാളുടെ ശരീരത്തെ അറിയാം, കാണുന്നുണ്ട്. ചിന്തകളെ അറിയാം, മനസ്സിലുള്ള ചിന്തകളെ അറിയാം. പക്ഷേ അയാളുടെ യഥാർത്ഥ കേന്ദ്രം മനസ്സ്, ചിന്തകളായ മനസ്സ്, ശരീരവുമല്ല എന്ന് സാധാരണ രീതിയിൽ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. വലിയ തത്വചിന്തന്മാരും മനഃശാസ്ത്ര പണ്ഡിതന്മാരും പോലും ശരീരത്തിൻ്റെ ഉൽപ്പന്നമാണ് മനസ്സ്, ശരീരം നശിച്ചാൽ എല്ലാം പോയി തീർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ചും ഫ്രോയിഡ്, യുങ്, ആഡ്ലർ ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ നമുക്ക് വ്യത്യസ്തമായ ഒരു മനഃശാസ്ത്രം ഭാരതത്തിലുണ്ടായി. അതാണ് ആധ്യാത്മിക മനഃശാസ്ത്രം. ആ മനഃശാസ്ത്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ് ബുദ്ധനും കൃഷ്ണനും വ്യാസനും മുഹമ്മദ് നബിയും യേശുവും ഒക്കെ. മനഃശാസ്ത്രജ്ഞന്മാരാണ് അവർ. അവർക്കും അവരുടേതായ രീതിയിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഫിസിക്സോ സയൻസോ നമ്മൾ കാണുന്ന ലോകത്തേക്ക്, പ്രപഞ്ചത്തിലേക്ക് അന്വേഷിക്കും. ആധ്യാത്മിക സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ, അവനവൻ്റെ ഉള്ളിലേക്ക് അന്വേഷിക്കാൻ രീതികളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരാണെന്ന് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ആ അറിവിലേക്ക് പോകാൻ സാധിക്കണം. നമ്മളുടെ ഉള്ളു എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രം ചെറുതല്ലേ, ഒരു ഡോട്ട്. അങ്ങനെയല്ല. സമുദ്രത്തിൽ തിരമാലകളുണ്ട്. ഒരു തിരമാല, ഒരു തിര, രണ്ട് തിര, മൂന്ന് തിര. ഈ തിരമാലകളുടെ കേന്ദ്രം ഏതാ? മുകളിലാണോ? അത് സ്വയം ഉള്ളിലേക്ക് നോക്കുക, സമുദ്രമാണ് കേന്ദ്രം. ആ സമുദ്രം ചെറുതാണോ തിരമാലയേക്കാളും? അല്ല. ഇതുപോലെ നമ്മൾക്കും ഉണ്ട് ഒരു കേന്ദ്രം, നാശമില്ലാത്ത കേന്ദ്രം. അത് നമുക്കറിയില്ല എന്നുള്ള പ്രശ്നം അറിവിലേക്ക് വരാനാണ് ഈ ഗുരുക്കന്മാർ വന്നിരിക്കുന്നത്. ഈ കേന്ദ്രമുണ്ടെങ്കിൽ എന്താ നമുക്ക് പറ്റിയത്? നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വ കേന്ദ്രം ഉള്ളിലുണ്ട്. നമുക്കെന്ത് പറ്റി? നമ്മളത് മറന്നുപോയി, വിസ്മരിച്ചിരിക്കുന്നു. സ്മരണം വേണം.
ഓർക്കണം, അതിനെ സ്മരിക്കാനാകണം. അത്രയേ വേണ്ടൂ. അത് പുറത്ത് മുകളിലേക്ക് അന്വേഷിച്ച് സഞ്ചരിച്ച് കണ്ടെത്തേണ്ടതല്ല. അവനവൻ്റെ ഉള്ളിലേക്ക് അന്വേഷിച്ച് കണ്ടെത്തണം. അവനവൻ്റെ ഉള്ളിൽ സത്യം അറിഞ്ഞാലേ ദൈവമുണ്ടോ എന്നറിയാൻ പറ്റും. ദൈവികത സത്യമാണെങ്കിൽ നമ്മൾ ദൈവികതയുമായി സംഗമിക്കാൻ നമ്മളുടെ ഉള്ളിലെ സത്യത്തെ കണ്ടെത്തണം. ആ സത്യത്തിന് ദൈവികയുമായി സംഗമിക്കാൻ പറ്റൂ. കത്തി കൊണ്ട് നമുക്ക് ബ്രെഡ് മുറിക്കാം, കത്തിയുടെ നിഴൽ കൊണ്ട് മുറിക്കാൻ പറ്റില്ല. കത്തിയുടെ നിഴൽ യഥാർത്ഥമല്ല. അപ്പോൾ യഥാർത്ഥമല്ലാത്ത വസ്തു കൊണ്ട് യഥാർത്ഥത്തെ തൊടാൻ പറ്റില്ല. അതാ. അപ്പം നമ്മളുടെ സാധാരണ അറിവ്, നമ്മളെക്കുറിച്ചുള്ള അറിവ് യഥാർത്ഥമല്ല. ആ യഥാർത്ഥമായ അറിവ് കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒന്നിനെയും സ്പർശിക്കാനാവില്ല എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്, ആധ്യാത്മിക മനഃശാസ്ത്രം പറയുന്നത്. അധികം നീട്ടി വലിച്ചു പറയുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഓർക്കണം. എന്തിന്? നമ്മളുടെ കേന്ദ്രത്തെ. അതെങ്ങനെ സാധിക്കും? ആ സ്മരണം എങ്ങനെ സാധിക്കും? ആ സ്മരണമാണ് ഭഗവത്ഗീതയുടെ മെസ്സേജ്. അതാണ് ഭക്തിയോഗ എന്ന് പറയുന്നത്. യേശുവിൻ്റെ ആയാലും മുഹമ്മദ് നബിയുടെ ആയാലും ഒക്കെ മെസ്സേജ് ഇതാണ്. ഈ സ്മരണമാണ്. എന്തിൻ്റെ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സത്യത്തെ സ്മരിക്കാനാകണം. കൃഷ്ണൻ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുത മനുഷ്യനാണ്. ക്രിസ്തുവിന് 5650 ഏകദേശം 50-ലധികം 5550-ലധികം വർഷങ്ങൾക്ക് മുൻപ്, ക്രിസ്തുവിന് 1500 എന്ന് പറയുമ്പോൾ 2000 വർഷം മുമ്പ് ക്രിസ്തു. അപ്പോൾ 7560 വർഷം മുൻപ് ഒരു ഒക്ടോബർ മാസത്തിൽ, അന്നൊക്കെ ഒക്ടോബർ മാസം ഉണ്ടോ? പുതിയ കലണ്ടർ അനുസരിച്ചിട്ട് പിന്നോട്ട് കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഒക്ടോബർ മാസത്തിലാണ് ഗീതാ പ്രഭാഷണം നടന്നത്. അപ്പോൾ 7500-ലേറെ വർഷങ്ങൾക്ക് മുൻപാണ് ഗീതാ പ്രഭാഷണം. പാശ്ചാത്യരായ ചരിത്രകാരന്മാരുടെ ചരിത്രം പഠിച്ചിട്ടാണ് നമ്മുടെ കോളേജിലൊക്കെ ചരിത്രാധ്യാപകരും പ്രൊഫസറൊക്കെ വരുന്നത്. അവർ പാശ്ചാത്യർ പറയുന്നത് ബുദ്ധൻ്റെ കാലം യേശുവിന് 500 കൊല്ലം മുമ്പാണ്. അപ്പം യേശുവിന് 400 കൊല്ലം മുമ്പോ എങ്ങനെ ആയിരിക്കും മഹാഭാരതം രചിച്ചതെന്ന് ഇവരൊക്കെ പറയുന്നത്. അത് ബുദ്ധന് ശേഷം വരും. ബുദ്ധൻ്റെ കാലം യേശുവിന് 500 കൊല്ലം മുമ്പാണ്. അപ്പോൾ യേശുവിന് 400 കൊല്ലം മുമ്പെന്ന് പറയുമ്പോൾ ബുദ്ധന് ശേഷമാണ് മഹാഭാരതം രചിച്ചതെന്ന്. മഹാഭാരതത്തിൻ്റെ കാലഘട്ടം അങ്ങനെ തെറ്റിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 10000 കൊല്ലം മുൻപ് ആണ് രാമൻ്റെ കാലഘട്ടം. പക്ഷേ ഇതിലെ കാലഘട്ടം യേശുവിന് 1500 2000 കൊല്ലം മുമ്പാണ് ഈ സാഹിത്യത്തിൻ്റെ കാലഘട്ടം എന്ന് ചരിത്രം പഠിച്ചാണ് ചരിത്രത്തിൽ പ്രൊഫസറാകുന്നത്. ഈ മണ്ഡലത്തിൽ പഠിച്ചിട്ട് ഇന്ത്യൻ പണ്ഡിതന്മാർ അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനം ഒക്കെ നോക്കിയിട്ടാണ് സമയം നിശ്ചയിക്കുക. ഗ്രഹണം ഉണ്ടാകുമ്പോൾ സമയം നിശ്ചയിക്കാറില്ലേ സയൻറ്റിസ്റ്റുകൾ? അല്ലേ? ഇന്ന ദിവസം സൂര്യഗ്രഹണം ഉണ്ടാവാറില്ലേ? സമയം നിശ്ചയിക്കാൻ പറ്റും. അത് നമ്മളിവിടെ ചർച്ചാ വിഷയമല്ല. എങ്കിലും യേശുവിന് 5500 കൊല്ലം മുൻപ് ജീവിച്ചിരുന്ന കൃഷ്ണൻ, അദ്ദേഹം സംസാരിക്കുന്നു. മഹാഭാരത യുദ്ധം ഉണ്ടായതെല്ലാവർക്കും അറിയാം. ആ കഥ ഞാൻ പറയണ്ട. കൗരവരും പാണ്ഡവരും അല്ലേ കസിൻസാണ്. അവർ 2 ചേരിയെടുത്ത് യുദ്ധം തുടങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപാണ് കൃഷ്ണൻ ഈ ഉപദേശം അർജുനന് കൊടുക്കുന്നത്. അർജുനൻ യുദ്ധത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട്, അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ കണ്ടു. അർജുനൻ്റെ തേര് തെളിക്കുന്ന കൃഷ്ണനാണ്.
കൃഷ്ണനോട് പറഞ്ഞു, ഞാൻ തളർന്നു, ബന്ധുക്കളെ ഇതിൽ നിൽക്കുന്നത്, അവരെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. കൃഷ്ണൻ ആ സമയത്ത് അർജുനൻ ഉപദേശിക്കുന്നത് 700 ശ്ലോകങ്ങളാണ്. അത് നമ്മൾ ഒരാഴ്ച വായിക്കണമെങ്കിൽ 5 മണിക്കൂറെങ്കിലും വേണം. 700 ശ്ലോകമുള്ള ഭഗവത്ഗീത. ആ യുദ്ധസമയത്ത് തേരിൽ നിന്നുകൊണ്ട് 4-5 മണിക്കൂർ സംസാരിച്ചാൽ ചുറ്റും ആൾ കൂടും. സംഭവിച്ചെന്താന്ന് വെച്ചാൽ അത് ടെലിപ്പതി എന്ന ഒരു വിചാരവിനിമയ രീതിയാണ്. അത് 5-6 മണിക്കൂർ, ചിലപ്പോൾ 2-3 മിനിറ്റ് ആയിരിക്കും യഥാർത്ഥത്തിൽ ഈ നടക്കുന്നത്. കൃഷ്ണൻ അർജുനോട് പറയുന്ന കാര്യങ്ങൾ സഞ്ജയൻ എന്ന മന്ത്രി വീട്ടിലിരുന്നു കൊണ്ട് ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്. അയാൾക്കും അറിയാം വിചാരവിനിമയം, ടെലിപ്പതി എന്ന രീതി, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ആശയങ്ങളെ പ്രസരിപ്പിക്കുന്ന രീതി. അതാണ് വിചാരവിനിമയം. വലിയ അത്ഭുതമാക്ക്. ഭാവിയിൽ ആവശ്യം വരാം. ശൂന്യാകാശത്തൊക്കെ ആൾ പോകുന്നില്ലേ? ആ വാഹനങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ വിചാരവിനിമയം ഉണ്ടെങ്കിൽ ഇത് പറ്റും, ആശയവിനിമയം പറ്റും. ഇപ്പോൾ പറഞ്ഞു വന്നത് കൃഷ്ണൻ സംസാരിക്കുന്ന ഇതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ആൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഭക്തിയോഗം, കർമ്മയോഗമൊക്കെയാണ്. യോഗമെന്ന് വെച്ചാൽ കൂടിച്ചേരൽ. ഭക്തി കർമ്മയോഗം. കർമ്മയോഗമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ, പ്രവൃത്തികളിലൂടെ കൂടിച്ചേരണം. എന്തിനോട്? നമ്മളുടെ ഉള്ളിലുള്ള സത്യത്തോട് കൂടിച്ചേരണം. അതാണ് കർമ്മയോഗം. കർമ്മയോഗം എന്നാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഹെഡിങ്ങെങ്കിലും കൃഷ്ണൻ സത്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതും മുഴുവൻ ഭഗവത്ഗീതയും ഭക്തിക്കാണ്. ഭക്തിയോഗവും കർമ്മയോഗവും ഒക്കെ വ്യത്യാസമുണ്ട്. എങ്കിലും കർമ്മയോഗം എന്ന് പറഞ്ഞാലും ഭക്തിയോഗ ആശയങ്ങളും കർമ്മയോഗ ആശയങ്ങളും ഒരുപോലെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന പലരും ഒരു കാര്യം ചെയ്യാറുണ്ട്. ആധ്യാത്മിക സാധനകൾ, സാധന എന്ന് വെച്ചാൽ പരിശീലനങ്ങൾ. അവരാണ് മനുഷ്യന് നട്ടലിൻ്റെ ഉള്ളിൽ ഒരു സുഷുമ്നാ നാളിയുണ്ട്, 7 കേന്ദ്രങ്ങളുണ്ട് എന്നൊക്കെ വിഭജിച്ചത്. സ്വാധിഷ്ഠാനം എന്നൊക്കെ പറഞ്ഞ് സഹസ്രാരം വരെയുള്ള 7 കേന്ദ്രങ്ങൾ. അത് ഏതിനാത്? അത് സാധന രീതിക്കാണ്. സാധന എന്ന് വെച്ചാൽ ആധ്യാത്മിക പരിശീലന രീതിക്കാണ്. പക്ഷേ ഭക്തിക്ക് അങ്ങനെ വിഭജനമില്ല. ഭക്തിയുടെ കാര്യത്തിൽ ഏകമാണ് മനുഷ്യ വ്യക്തിത്വം. അത് സ്മരണമാണ്, ഓർത്തെടുക്കലാണ്. എന്തിന്? അവനവൻ്റെ യഥാർത്ഥ പ്രകൃതത്തെ ഓർത്തെടുക്കലാണ് ഭക്തി. പിന്നെ എന്താണ് ആ ഓർത്തെടുക്കൽ എന്ന് നോക്കാം നമുക്ക്, അല്ലേ? ഒന്നും ചെയ്യാതെ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുമോ? പറ്റും. ഒന്നും ചെയ്യണ്ട. അതെങ്ങനെ നോക്കാം. കൃഷ്ണൻ പറയുന്ന ഫിലോസഫിക്ക് അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ പേര്, അയാൾ നമ്മളോടൊപ്പം UP-യിൽ അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിച്ച സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ പേര് നമുക്ക് ഓർമ്മ വരുന്നില്ല. മുഖം ഓർക്കണം. ഇപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ടു, തലമാന്തി, അല്ലേ, താടി പിടിച്ച് വലിച്ചു, ഇരുന്നു, ചെരിഞ്ഞിരുന്നു, നിവർന്നിരുന്നു, പല വികൃതിയും കാണിച്ചുമൊക്കെ ഓർക്കാൻ അയാളുടെ പേര് കിട്ടേണ്ട ആവശ്യം വരുന്നില്ല. പേര് വരുന്നില്ല ഓർമ്മയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നു. അയാൾ പറഞ്ഞു, അങ്ങനെ പേര് എൻ്റെ സുഹൃത്തിൻ്റെ ഓർമ്മ വരുന്നില്ല. അത് വിട്, പിന്നെ നമുക്ക് കണ്ടെത്താം, നമുക്ക് എന്തെങ്കിലും സാധാരണ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ 2 പേരും കൂടി കൊച്ചു വർത്തമാനം, സാധാരണ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. സുഹൃത്തുമായിട്ട് ചെറുപ്പത്തിലേ ഉള്ള സുഹൃത്തിൻ്റെ പേര് മറന്നിരിക്കുകയാണ്. അങ്ങനെ കുറേ സംസാരിച്ച് സുഹൃത്ത് സ്ഥലം വിട്ടു.
അപ്പോൾ ഇയാളിങ്ങനെ കസേരയിൽ ചാരിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉള്ള ഓർമ്മിക്കാൻ ശ്രമിക്കാതിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ സിഗരറ്റൊക്കെ എടുത്ത് ചുണ്ടിൽ വെച്ച് വലിക്കാനും തുടങ്ങി. സിഗരറ്റ് വലിക്കുന്ന പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ, നല്ല ഏർപ്പാടല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇയാളെ മനസ്സ് ശാന്തമാകുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് മനസ്സിലേക്ക് ആ സുഹൃത്തിൻ്റെ പേര് ഉയർന്നു വന്നു. കിട്ടി. എപ്പോഴാണ് വന്നത്? മനസ്സ് ശാന്തമായപ്പോൾ. എന്തു വന്നു? മറന്നുപോയ സുഹൃത്തിൻ്റെ പേര് ഓർമ്മ വന്നു. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഓർമ്മ വരില്ല. മനസ്സ് ശാന്തമാകുമ്പോൾ എങ്ങനെ ഓർമ്മ വരുന്നതെന്നറിയാമോ? നമ്മളെ മനസ്സിന് പല തലങ്ങളുണ്ട്. ഒന്ന് ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്. അതിലാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഓരോന്നും ചെയ്യുന്നത്. സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ബോധമനസ്സാണ്. നമ്മൾ പഠിച്ചോ ഓർത്തോ കാര്യങ്ങൾ അത് നമ്മളുടെ ഓർമ്മയിൽ നിന്നും മാറി നിൽക്കും. ആ നിൽക്കുന്ന ഇടമാണ് അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. ആ അൺകോൺഷ്യസ് മൈൻഡിലാണ് സുഹൃത്തിൻ്റെ പേര് മാറിയുന്നത്. ഇല്ലാതായതല്ല, മാറുന്നതാണ്. ഈ അൺകോൺഷ്യസ് മൈൻഡ് അസാധാരണ വലുപ്പമുള്ളതാണ്. അങ്ങനെ മനസ്സുണ്ടെന്ന് പാശ്ചാത്യർ കണ്ടെത്തിയിട്ടുണ്ട്, യുങ്ങും ഫ്രോയിഡൊക്കെ. ലക്ഷക്കണക്കിന് വർഷങ്ങളിലെ ഓർമ്മകളൊക്കെ, പല ജന്മങ്ങളിലെ ഓർമ്മകളൊക്കെ അബോധ മനസ്സിൽ വരാം. മനുഷ്യന് രണ്ടാമത് ജന്മമില്ല, പുനർജന്മമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് വിശ്വാസം മാത്രമാണ്. ബുദ്ധനും വ്യാസനും കൃഷ്ണനും ഒക്കെ പറഞ്ഞു അതിന് തെളിവുകളുണ്ട്. നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിദ്രയിലൂടെ നമ്മളുടെ പഴയ ഓർമ്മകളെ ഉണർത്തിയാൽ പൂർവ്വജന്മ ഓർമ്മകൾ കൊണ്ടുവരാൻ പറ്റും. പൂർവ്വജന്മ സൂചന ബൈബിളിലൊക്കെ ഉണ്ട്. പല ആചാര്യന്മാരും ഞങ്ങൾ പണ്ട് വന്നിരുന്നു, ഇനിയും വരും എന്ന് പറയുന്നുണ്ട്. അത് പുനർജന്മം. അത് ആ ശരീരം ആളോ മരിച്ചിട്ട് ജനിക്കുന്നതല്ല. അതിനെക്കുറിച്ച് സമയം കളയുന്നില്ല. ബോധ മനസ്സ് നമ്മൾ സാധാരണ വ്യാപരിക്കുന്ന മനസ്സ്. അതിൻ്റെ പിന്നിൽ അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. അതിൻ്റെ ആഴത്തിൽ ഒരു കളക്റ്റീവ് മൈൻഡ് ഉണ്ട്, സമഷ്ടി മനസ്സെന്ന് പറയാം. അത് നമ്മളുടെ പല പല തലമുറകളായിട്ടുള്ള ഓർമ്മകൾ, മൊത്തം സമൂഹത്തിൻ്റെ ഓർമ്മകൾ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെയുള്ള ഓർമ്മയുടെ തലമാണ് കളക്റ്റീവ്, സമഷ്ടി, അബോധ മനസ്സ്. അതിൻ്റെ പ്രവർത്തനം നമ്മളറിയാതെ ചെയ്യുന്നുണ്ട്. സമഷ്ടി അബോധ മനസ്സ് അതെന്താണെന്ന് വെച്ചാൽ, ഒരു 2-3 പുസ്തകം വലിപ്പമുള്ളത് ഒരു പെൺകുട്ടിയുടെ കൊടുക്കുക. കോളേജിലേക്ക് പോകാറുള്ളൂ കേട്ടോ, ബാഗ് കൊടുക്കരുത്. അപ്പോൾ ഈ പുസ്തകം അവളിങ്ങനെ പിടിക്കും, ഇങ്ങനെ കുട്ടിയെ പിടിക്കുന്ന പോലെ പിടിച്ചുകൊണ്ട് പോകും, സ്കൂളിൽ ചെല്ലും. ഇതേ 2-3 വലിപ്പമുള്ള പുസ്തകം ബാഗ് കൊടുക്കാതെ ഒരു ആൺകുട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കുക. ആൺകുട്ടി ഈ കുന്തൊക്കെ പിടിക്കുന്ന പോലെ തൂക്കി പിടിക്കും പുസ്തകം, ഇങ്ങനെ കയ്യിൻ്റെ അറ്റത്ത് തൂക്കി പിടിക്കും പുസ്തകം. അങ്ങനെ അവൻ സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാൻ. പെൺകുട്ടി കുട്ടിയെ പിടിക്കുന്ന പോലെ പുസ്തകം പിടിക്കുന്നു. ആൺകുട്ടി ഒരു കുന്തം തൂക്കി പിടിക്കുന്ന പോലെ കയ്യിൻ്റെ അറ്റത്തെ പുസ്തകം പിടിക്കുന്നത്. ഇതെന്താ വ്യത്യാസം? പ്രാകൃത മനുഷ്യൻ, നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാർ പണ്ട് വേട്ടയാടി നടന്നിരുന്ന കാലത്തെ ഓർമ്മ ഇവനിൽ വന്നതാ. ഏത് വഴി? സമഷ്ടി അബോധ മനസ്സ് വഴി. അതുകൊണ്ടാണ് ഇവൻ തൂക്കിപ്പിടിച്ച പുസ്തകം. വേട്ടയാടാൻ പോകുമ്പോൾ ഇങ്ങനെ കുട്ടിയെ പിടിക്കുന്ന പോലെ കുന്തം പിടിക്കാൻ പറ്റില്ല, അത് തൂക്കി പിടിച്ചത്. അക്കാലത്തും സ്ത്രീകൾ, അമ്മമാർ വീട്ടിൽ കുട്ടികളെ നോക്കുന്ന ആളാണ്. ആ കുട്ടിയെ പിടിക്കുന്ന പോലെ പുസ്തകം പിടിച്ചത് ആ പ്രാകൃത മെമ്മറിയാണ് ഇത്. അപ്പോൾ സമഷ്ടി അബോധ മനസ്സ് എന്നത്, കളക്റ്റീവ് അൺകോൺഷ്യസ് മൈൻഡ് എന്നത് യുങ് എന്ന പാശ്ചാത്യ സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതുവരെ അവർ പോയിട്ടുണ്ട്. യുങ് ഒരിക്കൽ ഇന്ത്യയിൽ വന്ന 100 കൊല്ലം മുമ്പുള്ള ആളാണ്. രമണ മഹർഷി എന്ന ഞാനുണ്ട് അവിടെ. അദ്ദേഹത്തെ കാണാൻ വല്ലതും പറഞ്ഞപ്പോൾ മാറിക്കളഞ്ഞു, പോയില്ല, വഴിമാറിപ്പോയി കളഞ്ഞു. യുങ്ങിനൊക്കെ മനസ്സിനെ അപകൃതം ചെയ്യുന്ന രീതിയുണ്ട്, പരിശോധിക്കുന്ന രീതി.
അവനവൻ്റെ മനസ്സ് പരിശോധിക്കാൻ മടിയാണ്. രമണ മഹർഷിയെ കണ്ടാൽ യുങ്ങിൻ്റെ മനസ്സ് പുറത്തു വരും. അവർക്ക് അത്തരം ആളുകളെ സമീപിക്കാൻ പേടിയായിരുന്നു. രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസർ, അവരൊക്കെ വ്യത്യാസമുള്ള ആളാണ്. ബോധം വ്യത്യാസമുണ്ട്. അപ്പോൾ ബോധമനസ്സ്, അബോധ മനസ്സ്, സമഷ്ടി അബോധ മനസ്സ്, 3 തലമുണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന്. ഒന്നുകൂടി ഉണ്ട്, അത് കോസ്മിക് കോൺഷ്യസ്നെസ്, കോസ്മിക് ബ്രഹ്മാണ്ട അബോധ മനസ്സ്, ബ്രഹ്മാണ്ട അബോധ മനസ്സ്. അത് ആ അബോധ മനസ്സ് പ്രപഞ്ചത്തിൻ്റെ മുഴുവനും പിന്നിലുള്ള ബോധശക്തി. മലയാളത്തിൽ ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവശക്തി. ദൈവശക്തി എന്നത് എന്താണ്? കോസ്മിക് അൺകോൺഷ്യസ് മൈൻഡ്. ശരിക്കും അത് അൺകോൺഷ്യസ് അബോധ അവസ്ഥയല്ല. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. കോസ്മിക് അൺകോൺഷ്യസ് മൈൻഡിലാണ്. അതാണ് നമ്മളുടെ കേന്ദ്രം. ബോധമനസ്സെന്ന വീടിൻ്റെ പൂമുഖത്താണ് നമ്മൾ ജീവിക്കുന്നത്. വീടിൻ്റെ ഉള്ളിൽ കയറാതെ ബോധമനസ്സിൽ ജീവിക്കുക. ബോധമനസ്സിൻ്റെ പിന്നിൽ അബോധ മനസ്സ്, പല സ്മരണകളുള്ള മനസ്സ്. ബോധമനസ്സ് പ്രകാശിതമാണെന്ന് പറയാം. അബോധ മനസ്സ് അത്ര പ്രകാശിതമല്ല. അതിൻ്റെ പിന്നിലുള്ള കളക്റ്റീവ് കോൺഷ്യസ്നെസ്സും നമ്മളിൽ നിന്നും മറിഞ്ഞിരിക്കുക. അതിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട്. കളക്റ്റീവ് കോൺഷ്യസ് മൈൻഡ്, സമഷ്ടി അബോധ മനസ്സ്, അതിൻ്റെ പിന്നിലുള്ള കോസ്മിക് അൺകോൺഷ്യസ് ബ്രഹ്മാണ്ട അബോധ മനസ്സ്, ബ്രഹ്മാണ്ട ബോധം, 4ാമത്തെ തലം അതുണ്ട് അവിടെ. ആ ബ്രഹ്മാണ്ട തലം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സുഹൃത്തിൻ്റെ പേര് ഓർക്കാൻ നമ്മൾ മനസ്സിനെ ശാന്തമാക്കി. മനസ്സിനെ ശാന്തമായപ്പോൾ അബോധ മനസ്സിൽ നിന്നും സുഹൃത്തിൻ്റെ സ്മരണ ബോധ മനസ്സിലേക്ക് വന്നു. അല്ലെങ്കിൽ മനസ്സ് സ്ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിരിമുറുക്കത്തിലാകുന്നു മനസ്സ്, മനസ്സിൽ കലക്കമുണ്ടാകുന്നു. അതുകൊണ്ടാണ് വരാതിരുന്നത്. മനസ്സ് ശാന്തമായാൽ അബോധ മനസ്സിൽ നിന്നും സ്മരണ വരും. മനസ്സ് ആഴത്തിൽ ശാന്തമായാൽ വീണ്ടും അത് ആഴത്തിലേക്ക് പോകും. ഏറ്റവും വലിയ ആഴമാണ് ബ്രഹ്മാണ്ട അബോധ മനസ്സുമായി ബന്ധിക്കാൻ പറ്റും നമ്മുടെ ബോധത്തിന്. അവിടെ നിന്നും വരുന്ന ബോധശക്തി നമ്മുടെ ബോധ മനസ്സിൽ വന്ന് വെളിച്ചം വീശിയാൽ നമ്മൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ആരാണെന്ന് മനസ്സിലാവുന്ന അപ്പോഴാണ് ബ്രഹ്മാണ്ട അബോധ മനസ്സ് അഥവാ ദൈവിക ബോധം അതുമായി ബന്ധപ്പെടുമ്പോഴാണ്. അങ്ങനെ ബന്ധപ്പെട്ടവരാണ് യേശുദേവൻ, മുഹമ്മദ് നബി, ക്രിസ്തു, കൃഷ്ണൻ, വ്യാസൻ, രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഇതൊന്ന് നൂറുകണക്കിന് പേര് വേണമെങ്കിൽ പറയാൻ പറ്റും. പല മഹർഷിമാരുടെയും പേര് നമുക്കറിയില്ല, അല്ലേ? ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത്? വീടിൻ്റെ എവിടെ? നമ്മൾ വീടിൻ്റെ വരാന്തയിൽ താമസിക്കുന്നു, പൂമുഖത്ത് താമസിക്കുന്നു, അകത്ത് കയറാതെ മരണം വരെ. അതാണ് ബോധ മനസ്സിലെ ജീവിതം. അപ്പം അതെങ്ങനെ അത് മനസ്സിനെ ശാന്തമാക്കി, അധികം ശാന്തമാക്കി ബ്രഹ്മാണ്ട അബോധ മനസ്സിലേക്ക് പോകാൻ പറ്റും? അതിൻ്റെ സ്മരണം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതാണ് ഭഗവത്ഗീതയുടെ ചർച്ചാ വിഷയം. അതാണ് യേശു പറയുന്നതും നബി പറയുന്നതൊക്കെ ഒരേ സന്ദേശമാണ്. ബ്രഹ്മാണ്ട അബോധ മനസ്സ് അഥവാ ദൈവിക ശക്തി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേതല്ല, എല്ലാവരുടെയുമാണ്. കൃഷ്ണൻ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആളല്ല, സയൻറ്റിസ്റ്റാണ്. ഇന്ത്യയിലാണ് ജനിച്ചത്. ആ ഭഗവത്ഗീതയൊക്കെ ഹിന്ദുക്കൾ കൊണ്ടു നടന്ന പുസ്തകം, അത് ശരിയാണ്. പക്ഷെ ശാസ്ത്രം ഏതെങ്കിലും വിഭാഗത്തിൻ്റേതല്ല. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിലാണ് എഡിസൺ ജനിച്ചത്. എഡിസൺ കണ്ടുപിടിച്ചതാണ് ഇലക്ട്രിക് ലാമ്പ്, ഫിലമെൻ്റ് ലാമ്പ്, പലതും,
അല്ലേ? ഫിലമെൻ്റ് ലാമ്പ് കണ്ടുപിടിച്ച ക്രിസ്ത്യാനിയായ എഡിസനാ. അപ്പം ഫിലമെൻ്റ് ലാമ്പ് ക്രിസ്ത്യാനിയാണോ? ആണെന്ന് വാദിക്കാൻ വെക്കല്ലേ. അതുപോലെ ഭഗവത്ഗീത ഹിന്ദുവല്ല, ക്രിസ്ത്യാനി, ഇസ്ലാമും വിഭാഗമൊന്നുമില്ല. ഇറ്റ് ഇസ് എ സയൻസ്. നമ്മൾ പറഞ്ഞു വന്നത് അങ്ങേയറ്റത്തെ മനസ്സിൻ്റെ ശാന്തി. നിഷ്കർമ്മം എന്നൊരു വാക്കുണ്ട്. ഇൻആക്ഷൻ ഇംഗ്ലീഷിൽ പറയാൻ. നമ്മൾ അങ്ങേയറ്റം നിഷ്കർമ്മത്തിൽ പ്രവൃത്തി ചെയ്യാത്ത അവസ്ഥയിലേക്കാകുമ്പോഴാണ് അങ്ങേയറ്റം ശാന്തി വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ലോകത്ത് വ്യാപരിക്കാനാണ്. ഒരാൾക്ക് ഒരു എൻജിനീയർ ആവണം, പുറത്ത് ലോകത്ത് വ്യാപരിക്കണം. എൻജിനീയർ ആവാനായിട്ട് ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആയിട്ടുണ്ട് കുറച്ചാൾ കേട്ടോ, വേണ്ടെന്ന് വെച്ചതാണ്. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഡോക്ടറാകണം, ഒരാൾക്ക് അധ്യാപകനാകണം, അപ്പോൾ നാട്ടിലെ സിലബസ് പഠിച്ച് പ്രവർത്തിക്കണം. പുറത്തെ പ്രവർത്തികളാണ് ആക്ടിവിറ്റി, ആക്ഷനിലൂടെ നമുക്ക് അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. നമുക്കൊരു വാഹനം വേണം, അതിൻ്റെ ആക്ടിവിറ്റി പുറത്താണ്, അല്ലേ? ഒരു 5-6 നില വീട് വേണം, ആക്ടിവിറ്റി പുറത്താണ്, അല്ലേ? ഈ ആക്ടിവിറ്റി എല്ലാം നിർത്തിയ അവസ്ഥയിലാണ് എന്ത് പറ്റുക? ആന്തരികത്തിലേക്ക് പോകാൻ പറ്റുക. കുറച്ച് ആക്ടിവിറ്റി നിർത്തിയപ്പോൾ നമ്മൾ സുഹൃത്തിൻ്റെ പേര് ഓർമ്മ വന്ന പോലെ ഇനി നമ്മൾ ആക്ടിവിറ്റി നിർത്തുന്നതിൻ്റെ രീതി, പ്രത്യേക രീതി ഞാൻ പതുക്കെ പറയാം, സാവകാശം പറയാം. അതിനു മുമ്പ് ആക്ടിവിറ്റിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ സ്മരണ വരാൻ പറ്റുമെന്നാണ് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ കർമ്മവുമായി ബന്ധപ്പെട്ട് 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കർമ്മം, മനുഷ്യൻ കർമ്മം ചെയ്യുന്നു. 2 നിഷ്കർമ്മമല്ല അകർമ്മം. 3 വികർമ്മം. ഒന്നുകൂടി പറയാം: കർമ്മം, അകർമ്മം, വികർമ്മം. കർമ്മത്തെ അകർമ്മമായി മാറ്റിയാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ട് നിങ്ങൾക്ക് ദൈവിക സ്മരണ വരും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഇനി കർമ്മോ അകർമ്മോ ഒക്കെ എന്താണെന്ന് പറയാം. ഇതൊക്കെ അറിവില്ലാത്ത മനുഷ്യർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പുസ്തകങ്ങൾ ലോകം ഇറങ്ങിയിട്ടുണ്ട്. അകർമ്മം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കലാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. അപ്പോൾ ലോകത്തൊരു കർമ്മം ചെയ്യാതെ ത്യജിക്കുക, എല്ലാ കർമ്മങ്ങളും സ്ഥലം വിടുക, അതാണ് അകർമ്മം എന്ന് പറയുന്ന ആളുണ്ട്, അറിവില്ലാത്തവരുണ്ട്. ഇപ്പം കൃഷ്ണൻ തന്നെ അകർമ്മത്തിൻ്റെ ആളാണ്. എല്ലാം ത്യജിച്ചു പോയോ? വീടും രാജ്യവും ഭാര്യയും മക്കളെയൊക്കെ വിട്ട് കൃഷ്ണനെ ഓടിക്കളഞ്ഞില്ല, ജീവിതത്തിൽ നിൽക്കുന്നു അകർമ്മത്തിൽ. ഇനി അകർമ്മം കർമ്മം എന്താണെന്ന് പറയാം, വികർമ്മം. അപ്പം നമ്മൾ ഒരു എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയല്ല കർമ്മം. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും എഴുതുന്നു, വായിക്കുന്നു, നടക്കുന്നു, ഭക്ഷിക്കുന്നു, വണ്ടി ഓടിക്കുന്നു, അല്ലേ? ഇതെല്ലാം ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മത്തിൽ പെട്ടിട്ടില്ല. കൃഷ്ണൻ്റെ ഭാഷയിൽ കർമ്മമല്ല. അതൊക്കെ കർമ്മമാണെങ്കിൽ അകർമ്മത്തിലേക്ക് വരാൻ പറ്റില്ല. മനുഷ്യരാണ് കർമ്മം ചെയ്യുന്നത്. മൃഗങ്ങളോ അവർ ഓരോ ചെയ്യുന്നില്ലേ, അല്ലേ? മൃഗങ്ങൾ പല പ്രവൃത്തിയും ചെയ്യാറുണ്ട്. കൂട് പോലും കെട്ടുക പക്ഷികൾ, അല്ലേ? അതൊന്നും കർമ്മമല്ലല്ലോ. മൃഗങ്ങൾ കർമ്മം ചെയ്യുന്നു പറയാറുണ്ട്. ഈ മനഃശാസ്ത്ര പ്രകാരമല്ല. അപ്പം എന്താ കർമ്മം പറയാം? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാനാണ് ചെയ്യുന്നത് എന്ന ബോധത്തോടെ, ഇഗോ എന്ന ബോധത്തോടെ ചെയ്യുന്ന പ്രവൃത്തിയാണ് കർമ്മം. കർമ്മം, ആക്ഷൻ, ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടല്ലോ. ആ ചിന്തയോടെയുള്ള കർമ്മം, അതാണ് ഏത് കർമ്മം. കർമ്മത്തിൽ ആ പ്രവർത്തിക്കുന്ന ആൾ, പ്രവർത്തിതാവുണ്ട്, ഡൂവർ. കർമ്മം ചെയ്യുന്ന ആളുണ്ട് കർമ്മത്തിൽ, അല്ലേ? കർമ്മവുമുണ്ട്, പ്രവൃത്തി ചെയ്യുന്ന ആളുണ്ട്. നമ്മളാണ് ഓരോ പ്രവൃത്തി ചെയ്യുന്നതെന്ന് വിചാരിച്ചാലും ആഴത്തിലേക്ക് പോകുമ്പോൾ അല്ലാന്ന് മനസ്സിലാകും. ഇനി എന്താണ് അകർമ്മം? അകർമ്മം എന്ന് വെച്ചാൽ ഈഗോ, പ്രവർത്തിതാവ് ഇല്ല എന്നിട്ടുള്ള പ്രവൃത്തിയാണ്. പ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ട്,
പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാനാണ് ചെയ്യുന്നതെന്ന ബോധമില്ല. ദൈവികമായി സംഭവിക്കില്ല, ഇത് ഞാൻ ചെയ്യുന്നില്ല. ഇതിനെയാണ് ദൈവത്തിൽ സമർപ്പിക്കണം നമ്മളുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ബ്രഹ്മണ്യാധായ കർമാണി, ബ്രഹ്മണ്യാധായ കർമാണി, കർമ്മങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ച്. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത കരോതിയ, സംഘം ഒട്ടിപ്പിടിക്കൽ, ആസക്തി ഉപേക്ഷിച്ച് ചെയ്താൽ. അതൊന്ന് വിശദീകരിക്കാൻ പതുക്കേട്ടോ. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത കരോതിയ ലിപ്യതേന സ്വപാപേന, അത്തരം ആളുകളെ പാപം ബാധിക്കില്ല. പത്മപത്രമിബാംബസ, താമര ഇതളുകളിൽ ജലം പറ്റാത്ത പോലെ അവരെ പാപം ബാധിക്കില്ല. പാപം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ ദുഷ്കർമ്മത്തെ അല്ല. ഗീതയിലും മനഃശാസ്ത്രത്തിലും പാപം വിസ്മരണമാണ്, മറന്നുപോക്ക കേട്ടോ. അവനവൻ്റെ ആ യഥാർത്ഥ ധർമ്മത്തെ മറന്നുപോക്കലാണ് വിസ്മരണം. അതാണ് പാപം. ഭഗവത്ഗീതയിലെ പാപം അതാണ്, അത് ബാധിക്കില്ല. ഇങ്ങനെ ബ്രഹ്മണ്യതായ കർമാണി, ദൈവത്തിൽ കർമ്മത്തെ സമർപ്പിക്കുക, അതാണ് ഇനേക്ഷൻ. ഇനേക്ഷൻ അഥവാ അകർമ്മം. ഞാൻ ചെയ്യുന്നില്ല എന്ന തോന്നലോടെ ഓരോന്ന് ചെയ്യണം അല്ലേ. നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമ്മളെ ചെയ്യുന്നത് സംഭവിക്കുന്നത്, അത് നമ്മളെ ചെയ്യണമെങ്കിൽ നമുക്ക് നിർത്താൻ പറ്റും. നിർത്തിവെക്ക് കുറച്ച് നേരം പറ്റില്ല. മരണം വരുന്നു, ശ്വാസം നിൽക്കാൻ പോവാ, അത് പറയില്ലല്ല ഞാൻ മുന്നോട്ട് ശ്വസിക്കുമെന്ന് പറയാം, നടക്കില്ല അല്ലേ. അപ്പം അതേപോലെ നമ്മളുടെ മറ്റ് കർമ്മങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശപ്പ് പ്രകൃതി സൃഷ്ടിച്ചുകൊണ്ടാണ് അല്ലേ. വിശപ്പാണ് ഭക്ഷണത്തെ കൈ കൊണ്ട് ഇടിപ്പിക്കുന്നതും അകത്തേക്ക് കടത്തുന്നതും. ആലോചിച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും എന്താണ് സംഭവിക്കുന്നതാണ്, നമ്മൾ ചെയ്യുന്നതല്ല അല്ലേ. അപ്പോൾ കൃഷ്ണൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അകർമ്മങ്ങളാണ്. ഞാനാണ് ചെയ്യുന്നത് എന്ന ബോധം അവിടെ ഇല്ല, മനസ്സിലായോ? ചെയ്യും, അത് സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് വരും? നമുക്ക് പതുക്കെ പതുക്കെ ആന്തരികമായ കേന്ദ്രത്തിൻ്റെ കോസ്മിക് കോൺഷ്യസിൻ്റെ സ്മരണ വരും. അതിൽ നിന്ന് ഉള്ളൊരു വെളിച്ചം, ഒരു അമ്പ് വരുന്ന പോലെ നമ്മുടെ ഈ ബോധമനസ്സിലേക്ക് വരും. ബ്രഹ്മാണ്ടബോധത്തിൽ നിന്നും ഒരു വെളിച്ചം നമ്മുടെ ബോധമനസ്സിലേക്ക് വന്ന് തെളിയും. എങ്ങനെ പരിശീലിക്കണം? അകർമ്മം പരിശീലിക്കുക എളുപ്പമല്ലാതെ എങ്ങനെയാണ് നമ്മളെ ചെയ്യണമെന്ന് വരും അല്ലേ. തീവണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുക ഒരാൾ സന്യാസിയെ പോലത്തെ, അയാൾ തലയിലൊരു കൊട്ടയുണ്ട്, ചുമടിരിപ്പുണ്ട്. തലയിലൊരു കൊട്ട എന്താ വസ്തുക്കളാണ്, കുറേ ഫലങ്ങളാണ് തലയിൽ വെച്ചത്. അടുത്തിടയ്ക്ക് ആൾ വെച്ചു, എന്തത് ഈ ഭാരം നിങ്ങൾ എന്തിനാ തലയിൽ വെച്ചാണത്? തീവണ്ടിയുടെ ഭാരം കുറയ്ക്കാനാണോ? നിങ്ങളുടെ തലയിലിരുന്നാലും നിറക്ക് വെച്ചാലും അത് വ്യത്യാസമില്ല, തീവണ്ടിയിൽ ഒരേ ഭാരമായിരിക്കും. അപ്പോൾ അയാൾ തമ്മ ചിരിച്ചുകൊണ്ട് അത് താഴെ വെച്ചിട്ട് പറഞ്ഞു, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് പറയാനാണ്. എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതും ചെയ്യുന്നതും ദൈവിക ശക്തികളാണ്. പക്ഷെ ഇവരുടെ വിചാരം എന്താ? ഞാനാണ് ചെയ്യുന്നതെന്ന്. ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ഭാരം കയ്യിൽ കയറ്റി വെച്ച് നടക്കുകയാണ് ആളുകൾ. അതുപോലെയാണ് ഞാൻ തലയിൽ കൊട്ട വെച്ചത്, അത്രേ ഉള്ളൂ എന്ന് ഇയാൾ പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇനാക്ഷൻ, അകർമ്മത്തിലേക്ക് ഇനി എങ്ങനെ വരാൻ എളുപ്പം? മൂന്നാമത്തെ ആ കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അകർമ്മത്തിലേക്ക് പതുക്കെ വരാൻ പറ്റും. മൂന്നാമത്തെ വികർമ്മം. ഈ വികർമ്മം എന്നത് സാമൂഹ്യവിരുദ്ധമായ കർമ്മമാണെന്ന് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കർമ്മവും അകർമ്മവും ഒക്കെ പറയുമ്പോൾ തന്നെ പകുതി അവർ തെറ്റിപ്പറയും. മൂന്നാമത്തെ വികർമ്മം സമൂഹത്തിനെതിരായ കർമ്മം ആണ് വികർമ്മം എന്ന് പറയുന്ന സന്യാസിമാർ പോലും ഉണ്ട്. അവരുടെ പേര് ഞാൻ പറയലിട്ടാ. വ്യക്തിപരമായി ആരെയും വിമർശിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതാണ് അപ്പോൾ ഈ സ്വാമി പറഞ്ഞൊക്കെ ശരിയാണ്. സ്വാമി ധൻജാഗരൻ്റെ അഭിപ്രായമല്ല ഇത്. നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞന്മാരായ കൃഷ്ണൻ്റെയോ വ്യാസൻ്റെയോ ഋഷിമാരുടെ അഭിപ്രായം എന്നിവിടെ വരുന്നതാണ്.
അത് ഓഷോ എന്ന് പറഞ്ഞ മഹാഗുരു അത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ജ്ഞാനികളായ ആളുകളുടെ അഭിപ്രായം ഞങ്ങളിലൂടെ വരുന്നു. അപ്പോൾ അതിനെ അങ്ങനെയെല്ലാം നിഷേധിക്കാൻ ജ്ഞാനികളില്ല ഇവിടെ. ജ്ഞാനികൾ നിഷേധിക്കില്ല ശരിയെന്ന് പറയും. ആധ്യാത്മിക ജ്ഞാനമോ ബോധവ്യത്യാസമോ വന്നാലേ ഇത് ശരിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ക്ലാസ്സുകളിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കാനുള്ള മനസ്സോടെ ഇരിക്കണം, മനസ്സിലാക്കാനുള്ള മനസ്സോടെ ഇരിക്കണം, സ്നേഹമുള്ള മനസ്സോടെ ഇരിക്കണം. അല്ലാതെ ഇദ്ദേഹം പറഞ്ഞ ശരിയാണോ തെറ്റാണോ, തെറ്റാണോ ശരിയാണോ എന്ന് ബുദ്ധിപരമായി ചർച്ച ചെയ്യുന്ന മനസ്സോടെ ഇരുന്നാൽ മനസ്സിലാകില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ആത്മീയത എന്താണെന്ന് അറിയാത്തവർ തന്നെ. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കണതോ അവിടെ സംസാരിക്കുമ്പോൾ ഓടിക്കളയവർ. ആത്മീയത എന്താണെന്ന് അറിയാത്തവരാണ് ആത്മീയ നേതാക്കന്മാരൊക്കെ. തമാശയാണത് അല്ലേ? പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ മതങ്ങൾ കുറേ ഉണ്ടല്ലോ, വീടുകളിലൊക്കെ എല്ലാവർക്കും മതമുണ്ടല്ലോ. അത് തമാശ പറഞ്ഞുതരാം. അത് ഒരാൾ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചാൽ അയാൾ ഹിന്ദുവായി മാറുക. ഹിന്ദുമതം പഠിക്കണോ? ഹിന്ദുമതം എന്തെങ്കിലും പേര് പോലും അറിയണമെന്നില്ല. അത് 3 ഒരിക്കാൻ പറഞ്ഞു, അതറിയണമെന്നില്ല. ഹിന്ദുവായി കുറേ കാലം കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ശരിയാണെന്ന് വാദിക്കാനും അതിനുവേണ്ടി ചാകാനും നടക്കും. ഒരാൾ ജനിച്ചത് ക്രിസ്ത്യൻ ഗൃഹത്തിലാണെങ്കിൽ നാട്ടുകാർ പറയും, സർക്കാർ പറയും, അച്ഛനമ്മമാർ പറയും നീ ഇന്ന മതമാണെന്ന് വിശ്വസിച്ചു. അങ്ങനെയാണ് ആ മതത്തിൽപ്പെടുന്നത്. അങ്ങനെയാണ് ഇസ്ലാം മതത്തിലായാലും ബുദ്ധമതത്തിലായാലും ആളുകൾ പെടുന്നത്. ജനിച്ച വീട്ടിൽ അച്ഛനമ്മമാർ പറഞ്ഞാൽ. ചൈനയിൽ ഒരു കാലത്ത് വിപ്ലവത്തിന് ശേഷം ജനിച്ച കുട്ടികളൊക്കെ നിരീശ്വരന്മാരാണ്, അച്ഛനമ്മമാർ നിരീശ്വരന്മാരാണ്, സമൂഹം നിരീശ്വരത്വമാണ്. ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നിരീശ്വരന്മാരാണ്. അപ്പോൾ അങ്ങനെ പാരമ്പര്യമായിട്ട് അത്തരം അറിവ് വരുമോ? ആലോചിക്കട്ടോ. ആരാ ആലോചിക്കുന്നത്? ആലോചിക്കാൻ ആർക്കും സമയമില്ല. എന്നിട്ട് ഞങ്ങൾ ഇന്ന മതമാണ് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ചാകാൻ നടക്കും. മതം എന്താണെന്നോ ആത്മീയത എന്താണെന്നോ അന്വേഷിച്ച് അറിഞ്ഞതല്ല, പാരമ്പര്യത്തിൽ പെട്ടുപോയതാ. അപ്പം ഇതൊക്കെയാണ് തമാശ. പറഞ്ഞു വന്നത് വികർമ്മം. 3 തരം കർമ്മങ്ങളുണ്ട്. കർമ്മം ഞാനാണ് ചെയ്യുന്നത് എന്ന തോന്നലിലൂടെ എന്ന വിചാരത്തോടെയുള്ള പ്രവൃത്തിയാണ് കർമ്മം. അവിടെ പ്രവർത്തിതാവ് ഉണ്ട്, പ്രവൃത്തിയുണ്ട്. അകർമ്മം പ്രവർത്തിതാവില്ല, അഭാവമാണ്, പ്രവൃത്തി മാത്രം. പ്രവർത്തിതാവ് എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്, ഞാനാണെന്നുള്ള ഭാവം, ഈഗോ അവിടെ ഇല്ല. അതാണ് അകർമ്മം. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പരിശീലിക്കാൻ രീതികൾ പതുക്കെ പറഞ്ഞുതരാം. അതിലേക്ക് വരാൻ ഉള്ള രീതി വികർമ്മം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ വരും. ഇനി വികർമ്മം എന്താണെന്ന് പറയാം. അതായത് ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, നമ്മൾ ചെയ്യാതെ. ആ സംഭവിക്കലാണ് വികർമ്മം. എക്സാമ്പിൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത്തിയൊന്ന് ദഹിപ്പിക്കുന്ന നമ്മളാണോ? അല്ല. വേണ്ടത്ര ജ്യൂസുകൾ പല ഭാഗത്തു നിന്നും കൂട്ടി അല്ലേ അത് ദഹിപ്പിക്കുന്നു, പോഷകങ്ങൾ വേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു അല്ലേ? ത്വക്കിനൊരു പോഷകം, എല്ലിന് കാൽസ്യം അല്ലേ, കരളിൽ വേറെ പോഷകം, ഓരോ അവയവത്തിനും ഓരോ പോഷകം അല്ലേ? അത് അത്ര മഹത്തായ ഒരു സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ദഹന പ്രവർത്തനം പോലെയുള്ള ഒരു പ്രവർത്തനം ലാബിൽ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണ്. ദഹനേന്ദ്രിയ പ്രവർത്തനം. അങ്ങനെ വേണ്ടി വന്നാൽ 5-6 കിലോമീറ്റർ വലിപ്പമുള്ള കെട്ടിടം വേണം. 5-6 കിലോമീറ്റർ സ്ക്വയർ, ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള കെട്ടിടം വേണം. അതിൽ 100 കണക്കിന് ആളെ നിയോഗിക്കണം. എന്നാലും അത് കൃത്യമായിട്ട് വരണമെന്നില്ല. മഹാത്ഭുതമാണ് ദഹനപ്രക്രിയ. നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് സംഭവിക്കുന്നു. ആ കർമ്മം, ദഹനകർമ്മം ഏതിൽപ്പെട്ടതാ? വികർമ്മം. ശ്വാസം വികർമ്മം നമ്മൾ ചെയ്യുന്നതല്ല കേട്ടോ. പിന്നെ ആരാ ഭാഷ ശ്വസിക്കുന്നത്? അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് സംഭവിക്കുന്നതാണ്. ഉള്ളിലേക്ക് കയറുന്നു, പുറത്തേക്ക് വന്നു. നമുക്ക് കുറച്ചേരൊക്കെ പിടിച്ചെടുത്താൻ പറ്റും. രക്തചംക്രമണം സംഭവിക്കുന്നതാണ്. രക്തം ഹൃദയത്തിൽ നിന്നും രക്തം ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തുന്നു, പോഷകങ്ങൾ വഹിച്ചുകൊണ്ട്, ഓക്സിജൻ വഹിച്ചുകൊണ്ട് അല്ലേ? അതപ്പോൾ വികർമ്മമാണ്. നമ്മളുടെ ശരീരത്തിൽ ധാരാളം കർമ്മങ്ങൾ വികർമ്മമാണ് അല്ലേ? പുരുഷ സ്ത്രീകൾ യോജിച്ചാൽ ആ സ്പേം
ബീജം. അത് സഞ്ചരിക്കുന്നത് വികർമ്മമാണ്. നമ്മളാരും വഴി കാണിച്ചു കൊടുക്കണ്ട, അത് പോയിക്കോളും. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ ജീവിതം മൊത്തം വികർമ്മം. നമ്മൾ ആരോടും ചോദിച്ചിട്ടാണോ ജനിച്ചത്? ജനിക്കുന്നത് നമ്മളുടെ കൺട്രോളിലല്ല. മരിക്കാൻ സമയം മരിക്കും നമ്മുടെ കൺട്രോളിലുള്ള. ജനനത്തിനും മരണത്തിനിടയ്ക്കുള്ള ജനന മരണത്തിനിടയ്ക്കുള്ള സർവ്വപ്രവൃത്തികളും സംഭവിക്കുന്നതാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു നമ്മൾ ഈ സംഭവിക്കുന്ന ഏർപ്പാടാണ് വികർമ്മം. അപ്പം എല്ലാം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ബോധം കുറയും. അകർമ്മത്തിലേക്ക് വരാം. ഞാനാണ് ചെയ്യുന്നു, എൻ്റെ ഈഗോ, അഹംബോധം അല്ലേ, മാറി മാറി നിൽക്കും. വികർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ കുട്ടികളായിരുന്നു, യുവാവായി, നമുക്ക് വല്ല കൈയുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചു നെറ്റ് വലിയാക്കുകയാണ്, കുറച്ചായി വാർദ്ധക്യം വരും. ഈ സംഭവങ്ങളൊക്കെ ഒരു കർമ്മം പോലെ, അത് വികർമ്മമാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവിക ശക്തി പ്രവർത്തിക്കുന്നതാണ് വികർമ്മം. സന്യാസിമാർ അറിവോടെ പ്രവർത്തിക്കുന്നതാണ് അകർമ്മം. സാധാരണ അറിവില്ലാത്ത മനുഷ്യർ പ്രവർത്തിക്കുന്നതാണ് കർമ്മം. അറിവില്ലാത്ത മനുഷ്യർ കർമ്മം ചെയ്യും. സാധാരണ മതവിശ്വാസികളായ ആളുകൾ പറയുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാം, ചീത്ത പ്രവൃത്തി ചെയ്താൽ നരകത്തിൽ പോകാം. സത്യത്തിൽ നല്ല പ്രവൃത്തി, പൂർണ്ണമായും നല്ല പ്രവൃത്തി ഏതാണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയിട്ട് വർഷങ്ങളായി. ഏത് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു സമൂഹത്തിൽ നന്മയല്ല വേറെ സമൂഹത്തിൽ നന്മ. മനസ്സിലായി? ഇപ്പം നമ്മൾ പല മതക്കാരും മാംസമൊക്കെ കഴിക്കില്ലേ? ജൈനമതത്തിൽ അത് തിന്മയായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെ ചെയ്യുന്നത് തിന്മയാണെന്ന് സ്വാമി പറയില്ല കേട്ടോ. അതാണ് മനുഷ്യനെ പിടിച്ച് തിന്നുന്ന ആളുകൾക്ക്. മാംസഭോജികളുണ്ട് ആഫ്രിക്കയൊക്കെ ഉള്ളിൽ, പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ച് പേരുണ്ട്. അവർക്ക് നന്മയാണ്. നന്മ തിന്മ. ഇന്നൊന്ന് നമ്മൾ നന്മ ചെയ്യണം നിർബന്ധിച്ചാൽ കുറേയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു കാര്യം, ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, ഒരാളുടെ ജീവൻ രക്ഷിച്ചു. അയാൾ വെള്ളത്തിൽ വീണതാ, ചാടി രക്ഷിച്ച് പുറത്തേക്ക് എടുത്തു. പക്ഷേ അയാൾ രക്ഷപ്പെട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരാളെ കുത്തിക്കൊന്നു. അപ്പോൾ ഞാൻ അയാളെ രക്ഷിച്ചത് കൊണ്ടാണ് അയാൾ വേറെ ആൾക്ക് കൊലപാതകം നടത്തിയത്. ആ കൊലപാതകം എനിക്ക് ബന്ധം വന്നാണ്ടോ അപ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് നിരന്തരമായിട്ട് ശുദ്ധമായ കർമ്മം, ശരിയായ കർമ്മം ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. എങ്കിലും സമൂഹ ലെവലിൽ കുറേ നന്മകളുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും നമ്മളുണ്ടെങ്കിൽ പങ്കുവെക്കുക, അത് സൽക്കർമ്മം. പങ്കുവെക്കാതെ പിടിച്ചു വയ്ക്കുക, അത് ദുഷ്കർമ്മം. അപ്പം ഇങ്ങനെ നമ്മളൊരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. അങ്ങനെയുണ്ട് കേട്ടോ. അത് സഞ്ചരിച്ച് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പ്രശ്നം എന്താണ്? ഈ പുലിവാലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാനല്ല ചെയ്യുന്നത്, എന്നിലൂടെ സംഭവിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിതിൻ്റെ സാക്ഷി മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് ദൈവ അർപ്പിത കർമ്മമായി. ഞാനല്ല ചെയ്യുന്നു. നമ്മൾ ചെയ്യും, അവിടെ കർമ്മമുണ്ട്, പ്രവൃത്തിയെന്ന് ഉറപ്പാണ്. പക്ഷേ ഞാനല്ല ചെയ്യുന്നത്, ദൈവിക ശക്തി എന്നിലൂടെ ചെയ്യണമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ചെയ്താൽ ലിപ്യതേന സപാപേന വിസ്മരണം നമ്മളെ ബാധിക്കില്ല. അകർമ്മത്തിലേക്ക് വരണം. അതാണ് ഗീതയുടെ ഒരു സന്ദേശം. അകർമ്മം എന്ന് വെച്ചാൽ പ്രവർത്തിതാവ്, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ചിന്ത ഇല്ലാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അകർമ്മം അപ്പോൾ കർമ്മമാണ്. അകർമ്മം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ അത് വളരെ ശക്തിയായ കർമ്മങ്ങൾ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഞാനല്ല ദൈവികമാണെന്ന് വിചാരിക്കുമ്പോൾ തിന്മ വരില്ല, അവിടെ തിന്മയുടെ പ്രശ്നം വരില്ല. ഇതാണ് ഒരു രീതി. വികർമ്മം എന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കലുകൾ എല്ലാം ദൈവികമാണെന്ന് മനസ്സിലാക്കുക. എല്ലാം ദൈവികമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ദൈവികത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്മരണ വരും. ഇനി നമ്മൾ ആഴത്തിൽ സ്മരണ വരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചുരുക്കി കൃഷ്ണൻ പറയുന്നുണ്ട്. നമ്മുടെ മഹാഗുരുവായ ഓഷോ ഒരാൾക്ക് പേര് കൊടുത്തു.
നിങ്ങൾ ഒരു പോയിൻ്റാണ് പറഞ്ഞു വരുന്നത് കേട്ടോ, പ്രധാന പോയിൻ്റ് മർമ്മമാണ്. ദേവവീതൻ, ദേവവീതൻ ഉള്ള പേരാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ആ മനുഷ്യൻ. പലരും ആദ്യകാലത്ത് അദ്ദേഹത്തെ കുറ്റം പറയുന്നു, ഇപ്പോൾ പലരും അദ്ദേഹത്തെ വായിക്കുന്നു, അദ്ദേഹം പറഞ്ഞ് കേൾക്കുന്നുണ്ട്. 10 ലക്ഷമൊന്നും അല്ല, ലക്ഷക്കണക്കിന് സന്യാസിമാർക്ക് പേര് കൊടുത്ത ആളാണ് ആര്? ഓഷോ. ഓരോ പേരും ഓരോ താക്കോലാണ്, അവരുടെ ജീവിതം തുറക്കാനുള്ള താക്കോലാണ്. അത് സ്വാമി ധ്യാൻ ജാഗ്രൻ അങ്ങനെയുള്ളൊരു പേരാണ്. ഞാൻ പറഞ്ഞു വന്നത് ദേവവീതൻ എന്നൊരു പേര് ഒരു സന്യാസിക്ക് കൊടുത്തു അദ്ദേഹം. ലക്ഷക്കണക്കിന് പേര് കൊടുക്കുന്ന അത്ഭുതമല്ലേ? ഒരു 3 മക്കൾക്ക് പേരിടാനായിട്ട് പറ്റുന്നില്ല. അത് ഏതെങ്കിലും അയൽവക്കക്കാരുടെ എവിടെ തപ്പി പിടിച്ചാൽ പേരിടുന്നത്, പേരിന് അർത്ഥം ഉണ്ടാവാറുമില്ല. ഇത് ലക്ഷക്കണക്കിന് പേര് വ്യത്യസ്തമാണ്, ഓരോ പേരും ഓരോ താക്കോല. അപ്പോൾ കൊടുത്ത താക്കോൽ പേര് ദേവവീതൻ എന്ന. ദേവൻ ദൈവിക ശക്തി, വീതൻ അപ്പുറത്തുള്ള ദൈവിക ശക്തിയാണ് നീ. ഏതിനപ്പുറമുള്ള? ശരീരത്തിനും മനസ്സിനും അപ്പുറമുള്ള. നീ നിൻ്റെ ശരീരത്തിൽ നിന്നാൽ പോരാ. നമ്മളുടെ വിചാരം എന്താ? അത് ചുരുക്കിയാൽ പലാശം പറഞ്ഞതെന്ന് പറയാം. നമ്മളുടെ ശരീരമാണെന്ന് കരുതി അതിൽ ജീവിക്കുകയാണ്. ആൾ പറയും ഞാനൊരു ആണാണ്, ശരീരമാണെന്ന് കരുതുക. ഞാനൊരു സ്ത്രീയാണ്, ശരീരമാണെന്ന് കരുതുക. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന വെളിച്ചം ബോധശക്തി കാണുന്ന വസ്തുവാണ് ശരീരം. കാണുന്ന വസ്തുവാണ് ശരീരം, നമ്മളല്ല. ഇപ്പം ഞാൻ കാണുന്നു ആ ഇരിക്കുന്ന മേശ കാണുന്നു, മേശയെ കാണുന്നു. മേശയെ കാണുമ്പോൾ ആ മേശ ഞാനല്ല, കാണുന്ന വസ്തു വേറെ, കാണുന്ന ദ്രഷ്ടാവ് ദൃശ്യം അല്ലേ? അതുപോലെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ബോധശക്തി ശരീരത്തെ കാണുമ്പോൾ ആ ശരീരം നമ്മളല്ല. അല്ലേ? നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ബോധശക്തി ചിന്തകളെ കാണുമ്പോൾ ആ ചിന്തകൾ നമ്മളല്ല. ചിന്തകൾ എന്തുവാ? ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഇസ്ലാം മതക്കാരനാണ്, ഞാനൊരു നിരീശ്വരനാണ്, ഞാൻ ഹിന്ദുവാണ്. ഇതൊക്കെ ചിന്ത മാത്രമാണ്. ഈ ചിന്തകളെ കാണുന്നത് ആരാ? അകത്തിരിക്കുന്ന വെളിച്ചോ ശക്തിയാണ്. അകത്തിരിക്കുന്ന ബോധശക്തിയാണ് ചിന്തകളെ കാണുന്നത്. ആ കാണുന്ന അത് ഈ ചിന്തകളല്ല. ആണെങ്കിൽ ചിന്തകളെ കാണാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇപ്പം എന്ത് മനസ്സിലായി? ശരീരത്തിനും ചിന്തകൾക്കും. ഇനി ഒരു സുഹൃത്തിനോട് ചോദിച്ചു, പക്ഷേ ചിന്തകൾ എന്താ സാധനം? ചിന്തകൾ സൂക്ഷ്മമായ ദ്രവ്യമാണ്, വസ്തുവാണെന്ന്, ജഡമായ വസ്തു അതും അല്ലേ? അത് ആ ചിന്തകൾ ഒരുമിച്ച് കൂട്ടിയതാണ് മനസ്സെന്ന് പറയുന്നത്. ഒരാൾ പറയല്ലേ ഞാനൊരു എഞ്ചിനീയറാണ്, അതിൻ്റെ അർത്ഥം എന്താ? ഇയാളുടെ ചിന്തകളൊക്കെ കൂടിയതാ, ഇയാളുടെ പ്രവൃത്തി അത്രയുള്ളൂ. അതല്ല ഇയാളുടെ കേന്ദ്രം വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ചുരുക്കി പറയാം കേട്ടോ. 5 മിനിറ്റ് കൂടിയുള്ളൂ കേട്ടോ. 5-10 മിനിറ്റോടെ തീർക്കാൻ പറ്റൂ, എവിടെയെങ്കിലും എത്തുള്ളൂ നമ്മൾ. ദേവവീതൻ, ഗോഡ് ബിയോണ്ട്, അപ്പുറമുള്ള ദൈവം. ഈ രണ്ടിനും അപ്പുറമുള്ള ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുക? കേൾക്കുക. ഇപ്പം നമ്മൾ ശരീരത്തിലാണെങ്കിൽ നമ്മൾ അസത്യത്തില്ല, നമ്മൾ ശരീരമില്ല. നമ്മൾ ശരീരത്തെ നിരീക്ഷിക്കുകയാണെങ്കിലോ മാറിയിരുന്നു കണ്ടോ? അപ്പം നമ്മൾ കൂടുതൽ സത്യത്തിലേക്ക് മാറി. അത് ശരീരത്തെ നിരീക്ഷിക്കുന്നത് എങ്ങനെ? നടന്നു പോകുമ്പോൾ നമ്മൾ നടത്തത്തെ നിരീക്ഷിക്കുക. നടക്കുന്നത് കണ്ടോ അല്ലേ? നിരീക്ഷിക്കണം. അതുപോലെ നമ്മളെ ചിന്തകളെയും നിരീക്ഷിക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് കസേരയിൽ റിലാക്സ് ചെയ്തിരിക്കുക, കണ്ണടയ്ക്കുക, ചിന്തകൾ വരുന്നത് നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ അത് നല്ല ചിന്ത, ഇത് ചീത്ത ചിന്ത എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് ചിന്തകളുമായിട്ട് ഒട്ടിപ്പിടിക്കും, അറ്റാച്ച്മെൻറ്റ് വരും, സംഘം വരും. ചിന്തകൾ നമ്മൾ റോട്ടിൽ കൂടി വാഹനം നോക്കുമ്പോൾ അതെൻ്റെ വണ്ടി, ഇത് അയാളുടെ വണ്ടി എന്ന് ആലോചിക്കില്ല. അതുപോലെ ചിന്തകൾ നീങ്ങിപ്പോകുന്നതിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നാൽ നമ്മളിലാണ്. ആ ചിന്തകളാണ് നമ്മളെന്ന് കരുതിയാൽ വ്യത്യാസം വന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം ചിന്തകളല്ല. ഒരാൾ ഞാൻ ഇന്നതാണെന്ന് പറയില്ലേ, അയാളുടെ ചിന്തകളുടെ ആകത്തുകയാണത്. അത് അയാളല്ല. ഞാൻ ഇന്ന കുടുംബക്കാരൻ, ആ കുടുംബത്തിലെ ആളാൻ ചിന്തിക്കുന്നത് അത്രേ ഉള്ളൂ. ഞാൻ ഇന്ന ഡിഗ്രി ഉള്ള ആൾ അല്ലേ, ആ ഡിഗ്രി ഉള്ള ആളെന്ന് ചിന്തിക്കുക അത്രേ ഉള്ളൂ. ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാജാവോ ആണ് ചിന്തയാണത്.
അയാളുടെ ഉള്ളതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ചിന്തയെ നിരീക്ഷിക്കണം, ശരീരത്തെ നിരീക്ഷിക്കുക, ചിന്തയെ നിരീക്ഷിക്കുക. ഇത് നടന്നു പോകുമ്പോൾ കഴിയാൻ പോകണോ, നമ്മളെ സമയം നമുക്കില്ല. നടന്നു പോകുമ്പോൾ നമ്മളെ നടക്കുന്നതിന് നിരീക്ഷിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് നമ്മൾക്ക് കുറച്ച് നേരം നിരീക്ഷിക്കുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ട് വരും. അതുകൊണ്ട് നിരീക്ഷണം കുറച്ച് നേരത്തേക്ക് വേണ്ട, പിന്നെ നിരീക്ഷിക്കുക. അങ്ങനെ ഒരു ലീലാപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നടന്നു പോകുമ്പോൾ, അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിരീക്ഷിക്കണം. അപ്പോൾ എന്താ മനസ്സിലാവും? ആ ഭക്ഷണം കഴിക്കുന്ന ശരീരമുള്ളത് നമ്മളെ നോക്കി വെക്കുന്ന സാക്ഷി മാത്രമാണ് എന്ന് മനസ്സിലാവും. ഇടയ്ക്ക് നിരീക്ഷിക്കാം, ഇടയ്ക്ക് നിർത്താം, ഇടയ്ക്ക് നിരീക്ഷിക്കാം, ഇടയ്ക്ക് നിർത്താം. അത് ജീവിതത്തിൻ്റെ താളമായി മാറിയാൽ ജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റും. നടന്നു പോകുമ്പോൾ കണ്ടോ ഇയാൾ നടക്കുന്നു, അങ്ങനെ കുറേ നേരം നിരീക്ഷിക്കുമ്പോൾ ആ നിരീക്ഷണം പോകും, വേറെ ചിന്തകൾ വരും, സാരമില്ല, അല്ലേ? അത് നിർബന്ധിച്ച നിരീക്ഷണത്തിൽ ഉറച്ചു നിന്നാൽ അത് പിന്നെ ദോഷം വരുള്ളൂ. ലോകത്തിനൊരു താളുണ്ട്, പകൽ രാത്രി, മഞ്ഞുകാലം വേനൽക്കാലം, ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് എടുക്കുന്നു. ഇതൊക്കെ ഒരു താളരിതമാണ്. അതുപോലെ നിരീക്ഷിക്കുന്നു ഞാൻ കുറേ സമയമില്ല. അങ്ങനെ താളാത്മകമായിട്ട് അങ്ങനെ ശീലമാക്കിയാൽ നമ്മളുടെ മനസ്സ് ശാന്തമാകും. നമ്മളുടെ ഉള്ളിലേക്ക് നമുക്ക് നീങ്ങി തുടങ്ങാൻ പറ്റും. ഒരു സ്ഥലത്ത് കസേരയിൽ ഇരുന്നു കൊണ്ട് കണ്ണടച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കണം. ആ ചിന്തകൾക്ക് എന്ത് കൊടുക്കരുത്? ഒരു ലേബൽ, നല്ല ചിന്ത നിരീക്ഷിച്ചുകൊണ്ടേ ഇരുന്നാൽ ചിന്തകൾ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകും. അതിഥി വീട്ടിൽ വന്നാൽ എപ്പോഴും അയാളെ നോക്കിക്കൊണ്ടിരുന്നാൽ വേഗം പോകും, അല്ലെങ്കിൽ അയാൾ 2 ദിവസം കൂടുതൽ നിൽക്കില്ലേ? അതുപോലെ ചിന്തകളെ നിരീക്ഷിക്കണം. സംഘം തെക്ത കരോധീക, സംഘം ഒട്ടിപ്പിടിക്കല. ഈ ലോകത്തുള്ള പല വസ്തുക്കളുമായി നമ്മുടെ മനസ്സ് ഒട്ടിപ്പിടിക്കുന്നത് ദോഷം ചെയ്യും. അപ്പോൾ ഉള്ളിലേക്ക് പോകില്ലല്ലോ. അതിന് ധാരാളം ടെക്നിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഏറ്റവും അറിവുള്ളവർ പറയുന്ന കാര്യം, നമ്മൾ ചുറ്റും മരണം കാണുന്നു. നമ്മൾ പണവുമായിട്ടും വസ്തുക്കളുമായിട്ടും വലിയ കെട്ടിടമായിട്ടും ബിസിനസ്സായിട്ട് കൊട്ടിപ്പിടിക്കുക. അവനവൻ്റെ മരണം ഉറപ്പാണെന്ന് ഉറപ്പിച്ച് ചിന്തിക്കണം. ഇന്ന ദിവസം ഉറപ്പാണ് മരിക്കും, അവനവൻ്റെ മരണം ഉറപ്പാണ് ചിന്തിച്ചാൽ മനസ്സിലാവും എന്ത്, ഒരു വസ്തുവായിട്ട് ഒട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല, പോവും, അല്ലേ? എൻ്റെ കോട്ടയാണത്. ഇവിടെ വൈപ്പങ്കരയിലൊക്കെ ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ മതിൽ 7 അടിയാണ് വണ്ണം, ആരും ശത്രുക്കൾ വരാതിരിക്കാൻ. കോട്ട പണിത് 10 രൂപ കഴിയുമ്പോൾ അവരൊക്കെ വിട്ടുപോയി, സ്ഥിരമല്ല, അല്ലേ? അപ്പം നമ്മളുടെ മരണത്തെക്കുറിച്ചുള്ള വിസ്മൃതി നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിപ്പിടിക്കും. അത് നിർബന്ധമാണ്, ഇത് നിർബന്ധമാണ്. മരണത്തെക്കുറിച്ചുള്ള സ്മൃതി സൂക്ഷിക്കുകയാണെങ്കിലോ ഒട്ടിപ്പിടിക്കാൻ പറ്റില്ല. വെറും താൽക്കാലികമാണ്, സ്വപ്നം പോലെയാണ് ജീവിതമെന്ന് മനസ്സിലാക്കും. സ്വപ്നത്തിൽ നമ്മൾ രാജാവായാലെന്താണ്, യാചകനായാലെന്താണ്? ഒന്നുമായി ഒട്ടിപ്പിടിക്കാത്ത മനസ്സ് കിട്ടിയാൽ നമ്മളുടെ ഉള്ളിലേക്ക് ശാന്തി വരും. ശാന്തി വന്നാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നീങ്ങാൻ പറ്റും. അതാണ് ദൈവിക യാത്ര. ദൈവിക യാത്ര പുറത്തേക്കല്ല, അല്ലേ? തിരമാലകൾ ദൈവിക യാത്ര നടത്തേണ്ടത് കടലിനെ കണ്ടെത്താനാണ്, മുകളിലേക്കല്ല. അങ്ങനെ സർവ്വവ്യാപിയായ ദൈവചൈതന്യവുമായിട്ട് അങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കും. ധാരാളം കാര്യം പറയാനുണ്ട്, പക്ഷേ പരിമിതമായ സമയമാണ് നമുക്കുള്ളത്. വസ്തുക്കളുമായുള്ള ഒട്ടിപ്പിടിക്കൽ അവസാനിപ്പിക്കാൻ ഓർത്തുകൊണ്ടേയിരിക്കുക. ജീവിതം സ്ഥിരമല്ല. നാളെ മരിക്കാനുള്ളവരെല്ലാവരും ചുറ്റും നോക്ക്, അല്ലേ? അവനവൻ നാളെ പോകാനുള്ളതാണ്. ഒട്ടിപ്പിടിക്കണതിൽ കാര്യമില്ല എന്ന് മനസ്സിലായി. കൂടുതൽ പറയാനായിട്ട് അടുത്ത ക്ലാസ്സിലാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.